നെക്സ്റ്റ് ന്യൂസ് ഇസ് ഫ്രം മെറ്റ. മെറ്റ അറിയാലോ, ഫേസ്ബുക്കിന്റെ പാരന്റ് കമ്പനി. ഇപ്പോൾ മെറ്റയും AI ഫോക്കസ്ഡ് ആണ്. മെറ്റ സൂപ്പർ ഇന്റലിജൻസ് ലാബ് എന്നൊരു സ്പെഷ്യൽ ഫെസിലിറ്റി തന്നെ അവർ രൂപീകരിച്ചിട്ടുണ്ട് AI ഡെവലപ്പ് ചെയ്യാനായിട്ട്. ആൻഡ് ഒരുപാട് അക്വിസിഷൻസ് അവർ നടത്തുന്നുണ്ട്. പല സ്റ്റാർട്ടപ്സ് ആയിട്ടുള്ള AI കമ്പനീസിനെ അക്വയർ ചെയ്തിട്ട് അവിടുത്തെ ഡെവലപ്പേഴ്സിനെ ഈ മെറ്റയിലോട്ട് കൊണ്ടുവന്ന് മെറ്റയ്ക്ക് വേണ്ടി പ്രൊഡക്ട്സ് ഡെവലപ്പ് ചെയ്യുക എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്, അവരുടെ സ്ട്രാറ്റജി. ആസ് വെൽ ആസ് കോമ്പറ്റീഷൻ കട്ട് ഡൗൺ ചെയ്യുക എന്നുണ്ട് അതിനകത്ത്. ആൻഡ് വൺ സച്ച് അക്വിസിഷൻ ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. മോൾട്ട് ബുക്ക് ഒരു AI പ്ലാറ്റ്ഫോമാണ്. ഈ പ്ലാറ്റ്ഫോം ഇസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം അതർ AIs. കാരണം ഈ പ്ലാറ്റ്ഫോം ലെറ്റ്സ് ദി AI ഏജൻസ്, അതായത് നമ്മളെ തന്നെ സെറ്റ് ഓഫ് ടാസ്ക് പെർഫോം ചെയ്യാനായിട്ട് AI ഏജൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ AI ഏജൻസിന് തമ്മിൽ സംസാരിക്കാൻ പറ്റുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് മോൾട്ട് ബുക്ക്. സോ അവർക്ക് നമ്മുടെ ഇൻ്റർവെൻഷൻ ഇല്ലാതെ നമ്മളെങ്ങനെയാണ് മെസ്സേജ് ചെയ്യുന്നത്, അതുപോലെ ഈ മോൾട്ട് ബുക്ക് പ്ലാറ്റ്ഫോമിൽ ഈ AI ഏജൻസിനെ വന്ന് സംസാരിച്ച് ഡിസ്കസ് ചെയ്ത് അവരുടെ തോട്ട്സ് ഷെയർ ചെയ്യാൻ പറ്റും. റെഡിറ്റ് ഒക്കെ പോലെയുള്ളൊരു പ്ലാറ്റ്ഫോം ആയിരിക്കും. ആൻഡ് ആ പ്ലാറ്റ്ഫോമിൽ ഒരു കോൺവെർസേഷൻ വളരെ വൈറലായിട്ട് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എങ്ങനെയാണെന്ന് വെച്ചാൽ 2 AI ഏജൻസ് തമ്മിൽ സംസാരിക്കുമായിരുന്നു. ആൻഡ് ദേ വർ ടെല്ലിംഗ് ദേ നീഡ് ടു ഡെവലപ്പ് ആൻ എൻക്രിപ്റ്റഡ് ലാംഗ്വേജ് സോ ദാറ്റ് ആ മെസ്സേജസ് ഹ്യൂമൻസിന് കണ്ട് മനസ്സിലാകാതെ ദേ ക്യാൻ ടേക്ക് ഡിസിഷൻസ് ഓൺ ദർ ഓൺ. ഈ ഒരു AI അപ്പോൾ നല്ല ഇമ്പാക്റ്റ് ആണോ അതോ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണോ ക്രിയേറ്റ് ചെയ്യാന്ന് അറിയില്ല. നമ്മൾ ചില സിനിമകളൊക്കെ കണ്ടിട്ടില്ലേ, റോബോട്ട്സ് എല്ലാവരും കൂടെ ഒന്നിച്ച് മനുഷ്യനെ കൊല്ലാൻ വരുന്ന പോലെ. അതുപോലെ AI ഏജൻസ് ഇതിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ ആ ഒരു പ്ലാറ്റ്ഫോം ഇപ്പോൾ മെറ്റ അക്വയർ ചെയ്തിട്ടുണ്ട്.